ഭയമുള്ളവന്റെ സിനിമ മലയാളക്കര ഇനി കാണാൻ വേണ്ടി പാടില്ല. എമ്പുരാൻ പിൻവലിക്കുകയാണ് വേണ്ടത്. ഫേസ്ബുക്ക് വഴി ഖേദപ്രകടനം നടത്തി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെയോ വിഭാഗങ്ങളെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പറയുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷവും പാവം മലയാളികളെയും ഇന്ത്യ ആസകലമുള്ള ആളുകളെയും വിദേശത്തുള്ളവരെയും കൊണ്ട് സിനിമ കാണിച്ച് പണം കൊയ്യാം എന്ന വ്യാമോഹം മോഹൻലാലും ടീമും സത്യത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ്. കാരണം ഒരു സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ എത്രത്തോളം മടിയിൽ കനവുള്ളവരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് മോഹൻലാലിന്റെ ഈ ക്ഷമാപണം. മോഹൻലാൽ ക്ഷമിച്ചപ്പോ പൃഥ്വിരാജെങ്കിലും പിടിച്ചു നിൽക്കും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് ഷെയർ ചെയ്യുക വഴി പൃഥ്വിരാജും മോഹൻലാലിന്റെ വഴിയെ സഞ്ചരിക്കുന്നു. ഇതിനെല്ലാം നേരത്തെ തന്നെ ഗോകുലം ഗോപാലൻ അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് ഏതെങ്കിലും രീതിയിലുള്ള കോട്ടം ഉണ്ടാകും എന്ന ഭയത്തിൽ ആദ്യം തന്നെ സ്വന്തം ചിത്രത്തെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം തള്ളിപ്പറഞ്ഞതിന് ശേഷം നിരവധി സീനുകൾ കട്ട് ചെയ്ത് സെൻസർ ചെയ്ത് വീണ്ടും കാണിക്കും എന്ന് പറയുമ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ സിനിമ നിർമ്മിച്ചത്? സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നയാളാണോ മോഹൻലാൽ? സിനിമ ആദ്യമായി പരീക്ഷിക്കുന്നയാളാണോ പൃഥ്വിരാജ്? എത്രയോ സിനിമകൾ ദീർഘകാലമായി ഈ മലയാളക്കരയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപ്രതിഭകൾ എന്ന് ഇപ്പോൾ നമ്മൾ വളരെ പുച്ഛത്തോടുകൂടി വിളിക്കുന്ന ഇത്തരം ആളുകൾ ഒരു സിനിമ അതിന്റെ പ്രിവ്യൂ, അതിനകത്ത് ക്ഷണിക്കപ്പെട്ട ആളുകൾ മേജർ രവിയെ പോലുള്ള തികഞ്ഞ BJP-ക്കാർ ഉൾപ്പെടെയുള്ളവർ കണ്ടതിന് ശേഷം ഒരു സിനിമ അതിലെ പ്രധാനപ്പെട്ട സീനുകൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സർഗാത്മക കേരളത്തിന് അപമാനമാണ്. ഈ സിനിമ പിൻവലിക്കണം, അല്ലെങ്കിൽ പിൻവലിക്കാനുള്ള നടപടികൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ജനങ്ങളെ വിഡ്ഢികളാക്കി കോടിക്കണക്കിന് രൂപ പോക്കറ്റിലിട്ട് അമ്മാനമാടാൻ ശ്രമിക്കുന്ന ഇത്തരം നെറികെട്ട സിനിമാ പ്രവർത്തന ശൈലിയിൽ നിന്ന് ഇത്തരം ആളുകളെ പിറകോട്ട് വലിക്കേണ്ട ഉത്തരവാദിത്തം പ്രബുദ്ധ കേരളത്തിനാണ്. അത് ചെയ്യാതെ പോയാൽ ഇന്ന് വടക്കേ ഇന്ത്യയിൽ കാണുന്നത് പോലുള്ള അപകടകരമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിക്കെതിരെയുള്ള പോരാട്ടം ഈ കേരളത്തിന്റെ മണ്ണിൽ തുടരും. കാരണം എന്താ? കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള രണ്ട് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ്. ഈ നാട് പിറവി കൊണ്ടതിന് ശേഷം അധികാരത്തിന്റെ സോപാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഈ രണ്ട് മുന്നണികൾ മാത്രമാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ നിയമസഭയിലേക്ക് ഒരു MLA അയക്കാൻ രാജഗോപാൽ എന്ന് പറയുന്ന എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു മനുഷ്യനപ്പുറം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ലാത്ത ഈ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വേരോട്ടം ശക്തിപ്പെടുത്തുന്നതിലേക്കാണ് മോഹൻലാലിന്റെ ഖേദപ്രകടനം ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് മോഹൻലാൽ തന്നെ തീരുമാനിച്ച് ഈ സിനിമ പിൻവലിക്കണം. അതല്ലെങ്കിൽ പൃഥ്വിരാജ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തന്റെ അഭിമാനബോധം ഈ കേരളത്തിന്റെ മണ്ണിൽ ഉയർത്തിപ്പിടിക്കാൻ ഈ സിനിമ പിൻവലിക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ആ സിനിമ പിൻവലിപ്പിക്കാനുള്ള സത്വര നടപടികൾ സംഘികൾക്കെതിരെ പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ മനോനില അതിനുവേണ്ടി തയ്യാറായി മുന്നോട്ട് വരണം.